ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം എത്ര നല്ലവനാണല്ലേ, എത്ര വലിയവനാണ്. അവൻ്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനേ സാധ്യമല്ല. എണ്ണിയാൽ തീരാത്ത ഒട്ടനവധി എണ്ണമില്ലാത്ത നന്മകൾ അല്ലേ, അങ്ങനെയൊക്കെ ആ പാട്ടുകാരനൊക്കെ പാടുന്നത്. അപ്പം അതിനകത്ത് കർത്താവിൻ്റെ ആ മഹാത്ഭുതങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ, ആ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ നമുക്ക് വാക്കുകൾ ഇല്ല. എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം, എത്ര മനോഹരമേ! അത് ചിന്തയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ്. സിന്ധു നദി ഒഴുകുന്നതിനേക്കാൾ അതിശക്തമായിട്ട് ഒഴുകുന്ന ആ ദൈവ മഹത്വം, സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. പക്ഷെ ആ മഹത്വത്തിൻ്റെ ആ മഹത്വത്തെ വഹിക്കുവാൻ സാധിക്കുന്ന മഹത്വത്തിൻ്റെ ക്യാരിയേഴ്സായിട്ട്, ഗ്ലോറി ക്യാരിയേഴ്സായിട്ട്, അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ വാഹകരായിട്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ ഗൂംസ് വംസ് വരുന്ന പോലെ ഇങ്ങനെ മേലിങ്ങനെ രോമാഞ്ചം അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം, അങ്ങനെ അത്ര വലിയ ദൈവത്തിൻ്റെ മഹത്വത്തെ വഹിക്കാൻ ദൈവസന്നിധി നോക്കിയ വെറും പുഴുക്കൾ, കീടങ്ങളായിട്ടുള്ള നമുക്ക് കിട്ടിയ ആ മഹാപദവിയോർത്ത് എത്ര പേർ ഹല്ലേലൂയ പറഞ്ഞ് അവനെ സ്തുതിക്കുന്നുണ്ട്, എത്ര പേർ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നപ്പാ. ഞങ്ങൾക്ക് എന്ത് പറയാനുണ്ട് കർത്താവേ? ഒന്നും പറയാനില്ല കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ കർത്താവേ. താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ. ഇന്ന് ബ്രദർ ഡാമിൻ സംസാരിക്കാൻ പോകുന്ന, എനിക്ക് തോന്നുന്നു ഇതിനെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇന്ന് ബ്രദർ ഡാമിൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആ സബ്ജക്റ്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ദുബായിൽ നിന്ന് ബ്രദർ ജോസഫാണ് ഇന്നത്തെ കോ സ്പോൺസർ. ഇന്ന് ജോസഫിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ജോസഫ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു, വിവാഹം നടക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തൊരു സ്പോൺസർ കൂടിയുണ്ട്. കുണ്ടറയിൽ നിന്ന് ജിബി ആൻഡ് ബോബനാണ്. ജൂൺ 3 ഇളയ മകൻ ആൻസിലിൻ്റെ 3ാമത്തെ ജന്മദിനമാണ് വരാൻ പോകുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് ആൻസിൽ. കർത്താവ് ധാരാളമായിട്ട് ആ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ 3 മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജിബിയുടെ ജോലി അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ കർത്താവെ വഴികൾ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഒന്നുകൂടെ സൂചിപ്പിക്കാം. ഗോഡ് റൈസസ് ദ പുവർ ഫ്രം ദ ഡസ്റ്റ് എന്ന് പറയുന്നതാണ്. ദൈവം ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് അതിശക്തമായിട്ടുള്ളൊരു ഉയർച്ച പരിശുദ്ധാത്മാവ് നൽകാൻ പോവുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്നലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് വിരസമായി പോകുന്ന, ഓർഡിനറിയായി പോകുന്ന ഒരു ജീവിതത്തിൻ്റെ അകത്തോട്ട് സ്വർഗാദി സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് ഇന്റർവീൻ ചെയ്ത് ഇടപെട്ട് ആ ലൈഫ് തന്നെ അങ്ങ് മാറ്റി, ആ ലൈഫിനെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനും എല്ലാ ബോർഡും, എല്ലാ വിരസതയും മാറ്റാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. പലരുടെയും ജീവിതത്തിൽ അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ച ദൈവം മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇറങ്ങി ഇടപെട്ട് വ്യത്യാസം വരുത്തി ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ത്രില്ലുള്ള ഒരു ജീവിതം നൽകാൻ ദൈവത്തിന് സാധിക്കും. ഇന്നലെ നമ്മൾ കണ്ടത്, ഞാൻ സംസാരിച്ച ചില കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. അതായത് ബൈബിളിൽ കുറേയധികം ഭാഗങ്ങൾ, മെജോറിറ്റി അധികം ഭാഗങ്ങളും പ്രോസാണ്, അല്ലെങ്കിൽ ഗദ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്, സാധാരണ ടെക്സ്റ്റായിട്ട്. എന്നാൽ ചിലത് കാവ്യരൂപത്തിലേക്ക് പോകും. സങ്കീർത്തനങ്ങൾ തീർച്ചയായിട്ടും പദ്യരൂപത്തിൽ അല്ലെങ്കിൽ സോങ് ആണ്, പാട്ടുകളാണ്. പ്രോവർബ്സ് എഴുതിയിരിക്കുന്നതും പോയം രീതിയിലാണ്. ഇയ്യോബിൻ്റെ പുസ്തകവും അധികവും പൊയറ്റിക്കായിട്ടാണ്, ഒരു കാവ്യരൂപത്തിലാണ്. അബ്രഹാമിൻ്റെയൊക്കെ ആ കണ്ടംപററി, അബ്രഹാമിൻ്റെയൊക്കെ ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് ജോബ് അല്ലെങ്കിൽ ഇയ്യോബ്. ആ സമയത്ത്
രചിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന് ആ കാലഘട്ടത്തിൽ ഉളവായി വന്നൊരു സ്റ്റോറിയാണ്. ഉത്തമഗീതം, സോങ് ഓഫ് സോങ്സ് എന്നൊരു ബുക്കുണ്ട്. അതും അറിയാം പോയറ്റിക്കാണ്, അല്ലെങ്കിൽ സോങ് രൂപത്തിലാണ്. വിലാപങ്ങൾ, ലമെന്റേഷൻസ്, അതങ്ങനെയാണ്. പ്രവാചക പുസ്തകങ്ങൾ പലതും എടുത്താൽ പലതിലും അധികവും പോയമാണ്. വ്യത്യാസം ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും. ദൈവം ബൈബിളിൽ ഒരു ഗദ്യരൂപത്തിൽ പറയുമ്പോൾ തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുകയും പദ്യരൂപത്തിൽ വരുമ്പോൾ തൻ്റെ വികാരങ്ങൾ, ഇമോഷൻസ്, തൻ്റെ ഹാർട്ട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ എനിക്കൊന്ന് 27-ാമത്തെ വചനത്തിൽ ഞാൻ ഇന്നലെ എടുത്ത് വായിച്ചു. പെട്ടെന്ന് കർത്താവ് പോയറ്റിക് ആവുകയാണ്. ദൈവം പോയറ്റിക് ആവുകയാണ്. എപ്പോൾ? പുരുഷനെയും സ്ത്രീയെ ഉണ്ടാക്കുന്ന സമയത്ത് പോയറ്റിക്കായിട്ടാണ് സംസാരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ ആദാം ഹവ്വയെ കണ്ടപ്പോൾ പെട്ടെന്ന് പാട്ട് വരിക, ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസവും എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ മാർവലസ് ബ്യൂട്ടിഫുൾ ക്രിയേഷൻ കണ്ടിട്ട് Adam started singing. So feelings പുറത്തേക്ക് വരികയാണ്. ഇതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 2 പാട്ടുണ്ട്. 1-ാമത്തെ പാട്ട് മറിയയുടെ പാട്ടാണ്, യേശുവിൻ്റെ അമ്മ മറിയയുടെ പാട്ട്. അവൾക്ക് ഒരു ഏഞ്ചലിക് വിസിറ്റേഷനും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ ദൈവം കർത്താവ് വലിയ കാര്യങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്യും എന്നൊക്കെ അങ്ങ് പറഞ്ഞു. അവൾ എലിസബത്തിൻ്റെ വീട്ടിൽ, എലിസബത്ത് ആണെങ്കിൽ 5-6 മാസം ഒളിവിൽ പോയി. കാരണം നാണക്കേട് കൊണ്ട്, വയസ്സ് എന്ന തനിക്ക് താൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒളിവിൽ പോയി. അതിനുശേഷം മറിയ അവളെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവളങ്ങ് പാടാൻ തുടങ്ങി. ആ പാട്ട് നമ്മൾ ഇന്നലെ ഒന്ന് ഓടിച്ച് വായിച്ച് എന്തൊക്കെയാണ് അവൾ പാടിയത് എന്നൊക്കെ കണ്ടു. പക്ഷേ വളരെ 3 മാസത്തോളം 2 ഗർഭിണികൾ ഒരുമിച്ചൊരു വീട്ടിൽ താമസിച്ചു. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായി ചില സമയത്ത് എലാബറേറ്റ് ആയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മ മറിയ, അല്ല എലിസബത്ത്, യോഹന്നാൻ സ്നാപകൻ്റെ അമ്മ മറിയ, 2 പേരും ഒരുമിച്ച് വന്ന ആ രംഗം അവർ ഗ്രീറ്റ് ചെയ്തപ്പോൾ തന്നെ, മറിയ വന്ദനം ചൊല്ലിയപ്പോൾ തന്നെ എലിസബത്തിൻ്റെ അകത്ത് യോഹന്നാൻ പിണ്ടാകാരമായി ഒരു ഭ്രൂണമായി അല്ലെങ്കിൽ ഒരു ഫിറ്റസ് ആയിരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മ നിറവിൽ തുള്ളാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു ഇമ്പാർട്ടേഷനും പ്രൊഫറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. സാധാരണ പറയാറുണ്ട്, ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് കൂടുന്നു. ഒരു ഗർഭിണിക്ക് മറ്റൊരു ഗർഭിണിയെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, പ്രഗ്നൻ്റായ ഒരു ഭാര്യയെ ഭർത്താവിന് പോലും മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ മറ്റൊരു പ്രഗ്നൻ്റ് ലേഡിക്ക് മനസ്സിലാവും. അങ്ങനെ ഇവിടെ മറിയ, ഇവിടെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോളി, ഇറ്റ് ഈസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് ഈസ് വേർഡ് ദാറ്റ് ബിക്കെയിം ഫ്ലഷ്, അല്ലേ? വചനമാംസമായി തീർന്നതാണ്. എന്നാൽ എലിസബത്തിൻ്റെ അകത്ത് നാച്ചുറൽ പ്രഗ്നൻസിയാണ്. അപ്പോൾ തന്നെ ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൾട്ട്, സീമിംഗ്ലി ഇംപോസിബിൾ പ്രഗ്നൻസി. കാരണം 2 പേരും വയസ്സ് ചെന്നവരാണ്. ഓൾറൈറ്റ്, മറിയ പാട്ട് പാടി. പക്ഷേ മറിയയുടെ പാട്ടിൻ്റെ കടപ്പാട് ആരോടാണെന്നറിയാമോ? എലിസബത്തിൻ്റെ പാട്ടിനോടല്ല. എലിസബത്ത് അവിടെ പ്രത്യേകിച്ച് അവിടെ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഹന്നയോടാണ്. പഴയ നിയമത്തിൽ ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന പാടിയതിനോട് അതിൻ്റെ കടമെടുത്തിട്ടാണ് മറിയ പാട്ട് പാടുന്നത്. ആ ഭാഗമാണ് നമ്മൾ ഇന്നൊന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം പിന്നീട് നമ്മൾ സെഖര്യാവിൻ്റെ പാട്ടിലേക്ക് ഇന്നോ നാളെയോ നമ്മൾ പ്രവേശിക്കും. 1 സാമുവേൽ ചാപ്റ്റർ 2. അറിയാലോ, ഹന്നയുടെ കഥ എപ്പോഴും ഞാൻ പരാമർശിക്കാറുള്ളതാണ് എൻ്റെ മെസ്സേജുകളിൽ, പ്രസംഗങ്ങളിലൊക്കെ. ഹന്ന ഒത്തിരി വേദനിച്ചവളാണ്. ഹന്നയുടെ ഭർത്താവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യയുടെ പേരാണ് ഹന, നമ്മൾ മലയാളത്തിൽ ഹന്ന എന്ന് വിളിക്കും. അത് പിന്നീട് അന്നാമ്മ, ഇങ്ങനെയുള്ള പല പല പേരുകളായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഹന. മറ്റേ ഭാര്യയുടെ പേര് പെനീന. പോളിഗാമി അല്ലെങ്കിൽ ബഹുഭാര്യാത്വം നിലവിലിരുന്ന ആ കാലത്ത് 1, 2, 3, 4 ശലോമോനൊക്കെ 700 ഭാര്യമാർ, 300 കോൺകുബൈൻസ് അല്ലെങ്കിൽ വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇവിടെ 2 ഉള്ളൂ.
ഒരാൾക്ക് മക്കളുണ്ട്, മറ്റൊരാൾക്ക് മക്കളില്ല. മക്കളുള്ളത് പെനീനയ്ക്കാണ്, ഹനായ്ക്ക് മക്കളില്ല. അങ്ങനെ വളരെ വേദനിച്ച് നിന്നയും പരിഹാസവും, പ്രത്യേകിച്ച് ഈ പെനീന എല്ലാ വർഷവും അവൾക്ക് മക്കളുണ്ടായിക്കൊണ്ടിരിക്കുക. മക്കളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഹനയെ ഒത്തിരി അവൾ പോക്കിയത്, ഒത്തിരി കുത്തി വേദനിപ്പിച്ചു, അവളെ കളിയാക്കി, പരിഹസിച്ചു. കണ്ടോ, ദൈവം എന്നെ അനുഗ്രഹിച്ച് നോക്ക്, എത്ര പിള്ളേരെ ഓടി നടക്കുന്നത്. നീയൊക്കെ ശപിക്കപ്പെട്ടവളല്ലേ, നീയൊക്കെ വന്ധിയല്ലേ, മച്ചിയല്ലേ, നിന്നെയൊക്കെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല, കർത്താവ് സ്നേഹിക്കുന്നില്ല. ദിവസവും അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. എൽക്കാന എന്ന് പറയുന്ന ഹസ്ബൻഡ് 2 സ്ത്രീകളുടെ ഇടയിൽ പെട്ടു. 2 സ്ത്രീകളുടെ ഇടയിൽ സാൻഡ്വിച്ച്ഡ് ആയിപ്പോയി. പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചത് ഹന്നയോടാണ്. നല്ലൊരു മനുഷ്യനായിരുന്നിരിക്കും. അപ്പോൾ ഈ ഹനയെ വിളിച്ചിട്ട് എൽക്കാന പറയും, ഞാൻ നിനക്ക് 10 പുത്രന്മാർ, നിനക്ക് 10 ആമ്പിള്ളേരുണ്ടായ അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുമെങ്കിലും ഇവളുടെ ഭാരവും വേദനയും കൂടി 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 കൂടി. ചില സഹോദരിമാരോട് പരിശുദ്ധാത്മാവ് ഈ സമയത്ത് സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഹന്നായുടെ മനോഭാരവും പരിഹാസവും നിന്ദയും ഒറ്റപ്പെടലും ഏകാന്തതയും വർദ്ധിച്ച് പ്രഷർ കുക്കറിനകത്ത് നീരാവി വന്ന് വളരെയധികം വോളിയം വന്ന് അതിൻ്റെ പ്രഷർ കൂടി സേഫ്റ്റി വാൽവ് പൊട്ടിത്തെറിക്കും എന്ന അത്രയും എത്തി നിൽക്കുമ്പോഴാണ് ആ വർഷം ഇവരെല്ലാവരും കൂടി കുടുംബമായിട്ട് ദേവാലയത്തിലേക്ക് ആണ്ടുതോറും ഇങ്ങനെ പോകുന്ന ഒരു രീതി യഹൂദന്മാർക്കുണ്ട്. ദേവാലയത്തിലേക്ക് എത്തും. ദേവാലയത്തിൽ ചെന്നവിടെ തന്നെ ഈ സേഫ്റ്റി വാൽവ് അവിടെയാണ് അവൾ പൊട്ടിച്ചത്, മനുഷ്യരുടെ മുമ്പിൽ പൊട്ടിച്ചില്ല. ഈ അവളുടെ സേഫ്റ്റി വാൽവ് പൊട്ടിച്ചു, ദൈവസ്ഥലിൽ പൊട്ടിച്ച സമയത്ത് അവൾ ചെയ്തത് വലിയ ഒച്ചയിൽ കരയല്ല ചെയ്തത്. അവളുടെ അണ്ടർ ഹെർ ബ്രെത്ത് അവളുടെ വേദനകൾ മുഴുവൻ അകത്തു നിന്നുള്ളത് ദൈവസന്നിധിയിലേക്ക് അങ്ങ് പോർ ഔട്ട് ചെയ്യാൻ തുടങ്ങി. അടക്കിപ്പിടിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും അവൾ റിലീസ് ചെയ്യാണ്. വേദനകൾ മുഴുവൻ വെന്റിലേറ്റ് ചെയ്ത് ദൈവസന്നിധിയിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായും റിലീസ്ഡായി. പക്ഷേ ആ സമയത്ത് ഏലി പുരോഹിതൻ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. പുരോഹിതന് മനസ്സിലായി ഈ സ്ത്രീ രാവിലെ തന്നെ മദ്യപിച്ചിട്ടാണ്, വീഞ്ഞു കുട്ടിച്ച് മദ്യപിച്ച് വന്നിട്ട് എന്തോ പുലമ്പുക. ദിസ് നോട്ട് പ്രയർ. ഇവള് കിക്കായി വന്നിരിക്കുകയാണ്. പക്ഷേ അവൾ പറഞ്ഞു, എന്നെ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ മനോവേദനയും ഹൃദയ സങ്കടവും എല്ലാം കൂടെ ദൈവത്തിൽ ഞാൻ പകർന്നേ ഉള്ളൂ, ക്ഷമിക്കണം. പക്ഷേ ഇവളുടെ ഹൃദയത്തിലുള്ള സകല വേദനകളും കർത്താവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ she was relaxed. She got peace. ഭയങ്കര സമാധാനം, ആശ്വാസം കിട്ടി. എൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി, ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവത്തോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ ഒരു മോനെ തന്നാൽ ഈ പെനീന വീട്ടിൽ കിടത്തിയിട്ട് LKG UKG ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ എൻജിനീയറിങ്ങിനും മെഡിക്കലിനൊക്കെ വിടാൻ വേണ്ടി ഓരോരുത്തരെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തോട്ട് അയക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് പോലെ അല്ല. ഞാൻ അവനെ, എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ, മോനെ തന്നാൽ ഞാൻ നിനക്ക് തന്നേക്കാം. അങ്ങനെ അവള് ദൈവത്തോട് പറഞ്ഞു. ഏതായാലും അവൾക്ക് അടുത്ത വർഷം കുഞ്ഞുണ്ടായി. മുലകുടി മാറിയ ശേഷം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അർപ്പിച്ചു. അവനൊരു വലിയ പ്രവാചകനായി മാറി. അങ്ങനെ വലിയൊരു ദൈവപ്രവൃത്തി സങ്കടങ്ങളുടെ മധ്യത്തിൽ ദൈവം അവൾക്ക് വേണ്ടി ചെയ്തപ്പോൾ അവളൊരു പാട്ട് പാടി. ആ പാട്ടാണ് 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ. അനന്തരം ഹാന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. അവളൊരു പാട്ടെഴുതി. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവളൊരു പാട്ടെഴുതി. ഇപ്പോ എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇതിനോട് കിടപിടിച്ചു വന്ന പാട്ട്, മലയാളത്തിലും എല്ലായിടത്തും വന്ന ഇതെല്ലാം ഇതിൻ്റെ റിഫ്ലക്ഷൻസാണ്.
ഹാനയുടെ പാട്ടിൽ നിന്ന് കടമെടുത്തതാണ്. ഇതിൽ നിന്ന് കടമെടുത്താണ് മറിയ പാടിയത്. താഴേക്കുള്ള വരികൾ നോക്കി. എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്ന എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഓ, ദൈവപ്രവൃത്തി വന്നപ്പോൾ അവളുടെ നാവിൽ ഒരു പാട്ട് പുറത്തേക്ക് വന്നു. ഞാൻ ആത്മാവിൽ നിറഞ്ഞാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ നാവ് വിലാപകാവ്യമല്ല പറയാൻ പോകുന്നത്, പാടാൻ പോകുന്നത്. പകരം ദൈവം പ്രവർത്തിച്ച സാക്ഷ്യഗീതങ്ങൾ നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരും. അടുത്തത്, യഹോവയെപ്പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ലല്ലോ. നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയും ഇല്ല. ഡംഭിച്ച് ഇനി സംസാരിക്കരുത്. ഒരുപക്ഷെ പെനിന്നയോടുള്ളൊരു മെസ്സേജ് ആയിരിക്കാം. നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേകത, ഓരോരുത്തരുടെ പ്രവൃത്തികളെ അവൻ വെയ് ചെയ്ത് നോക്കും. 4-ാമത്തെ വചനം, വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു, ഇടറിയവരോ ബലം ധരിക്കുന്നു. പല വീരന്മാരുടെയും വില്ല് ഒടിഞ്ഞുപോയി. ഒരാള് അമ്പും വില്ലുമായി പടക്കളത്തിൽ നിൽക്കുകയാണ്. പെട്ടെന്നങ്ങ് വില്ലങ്ങ് ഒടിഞ്ഞു പോയാൽ പിന്നെ അമ്പ് മാത്രമുണ്ട്. എന്നാ ചെയ്യാനോ, എങ്ങനെ തൊടുത്തു വിടും? അതോടെ തീർന്നു, ആയുധത്തിന്റെ സകല വീര്യവും തീർന്നു. 5, സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. ദൈവത്തിന് ഇതെല്ലാം ഉൾട്ടാതിരിക്കാൻ പറ്റുമെന്നാണ് ഈ പറയുന്നത്. അടുത്തത്, യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാൻ, മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവിടെ മേൽ വച്ചിരിക്കുന്നു. അപ്പോൾ അന്ന് ദൈവത്തിൽ നിന്നും പ്രാർത്ഥനയിൽ ചിലത് പ്രാപിച്ചെടുത്ത ഹന്ന എഴുതിയ പാട്ടാണത്. അവളത് എഴുതി ട്യൂൺ ചെയ്ത് അവൾ പാടി. അത് ദൈവവചനത്തിൻ്റെ ഒരു പാർട്ടായി മാറി. അനേക തലമുറകൾക്ക് ശേഷം യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുകയാണ്, ഈ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകമൊക്കെ ഇവളിങ്ങനെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിൽ പറയുന്നതനുസരിച്ച് സൺഡേ സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിച്ചതാണ്. അന്ന് സൺഡേ സ്കൂളിലൊന്നും ഇല്ലട്ടോ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തോട് ഒന്ന് തട്ടിച്ച് പറയുകയാണ്. സൺഡേ സ്കൂൾ പാട്ടായിട്ടൊക്കെ പഠിച്ചു കാണും. അവളുടെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായപ്പോൾ ഹന്നയുടെ പാട്ടിൻ്റെ ചില ശീലുകൾ അവളിങ്ങനെ എടുത്തു. അതും കൂടി എടുത്ത് ചേർത്താണ് അവളൊരു പാട്ടുണ്ടാക്കിയത്. ഈ കഴിഞ്ഞ ദിവസം സാക്ഷ്യങ്ങളുടെ ശക്തിയെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. എത്ര പേരത് കേട്ടെന്ന് അറിഞ്ഞുകൂടാ. ദ പവർ ഓഫ് യുവർ ടെസ്റ്റിമോണി. അത് ഇംഗ്ലീഷിൽ മലയാളത്തിലൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. പറ്റുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ചാറ്റ് ഹോസ്റ്റുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ. അത് പല പ്രാവശ്യം നിങ്ങൾ വാച്ച് ചെയ്യുക. There is power in your testimony. When you share your testimony, it can impact many people. Not only many people, it can impact generations to come. നിങ്ങളുടെ സാക്ഷ്യം നിങ്ങളുടെ തലമുറകൾക്കൊരു അനുഗ്രഹമായിരിക്കും. അവരത് ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളുടെ പാട്ടിന് തലമുറകൾ പാടും. ഇനി അടുത്ത 9-ാമത്തെ വചനം, തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു, സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല. അടുത്ത വചനം, യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്ത് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമാവാസികളെ വിധിക്കുന്നു, തൻ്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തൻ്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. മൊത്തത്തിൽ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അഹങ്കരിച്ച് ജീവിക്കുന്ന ആളുകളെ ദൈവം താഴ്ത്തിക്കൊണ്ടുവരും. വളരെ താഴ്മയോടെ, ദൈവഭയത്തോടെ, മനസ്താപത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന, സ്വയത്തിൽ ആശ്രയിക്കാതെ, മസിൽ പവറിൽ ആശ്രയിക്കാതെ, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ, സ്വന്തം അധികാരത്തിൽ പലതും വെട്ടിപ്പിടിച്ച് മുന്നേറാമെന്ന് ചിന്തിക്കുന്ന സകലരെയും
അവൻ താഴ്ത്തും, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന സകലരെയും ദൈവം ഉയർത്തും. ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവൾ പാടുകയാണ്. ഈ പാട്ട് മറിയ ഏറ്റുപാടുകയാണ്. ഈ രണ്ടുപേരുടെയും പാട്ടുകളിലൂടെ പ്രസക്ത ഭാഗങ്ങൾ സ്വന്തം നാവ് കൊണ്ട് പാടാൻ നിങ്ങളുടെ നാവിനും കർത്താവ് ശക്തി തരും എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ഇങ്ങനെ വിസ്തരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ ചിലരോടൊക്കെ മുഖത്ത് നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. God is going to give you a testimony and God is going to give you a song. And listening to that song, many people are going to believe in the Lord. And many generations and people around the globe will be blessed through your testimony, your experiences, the fruit of your prayer. പ്രാർത്ഥിച്ച് കിട്ടുന്ന ഫലം ഒരു വലിയൊരു സാക്ഷ്യമല്ലേ, ലോകത്തിനൊരു സാക്ഷ്യമല്ലേ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രാർത്ഥിക്കാം. കൈകൾ നീട്ടിപ്പിടിക്കുക. കർത്താവെ, ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന, ഒരു പക്ഷെ തിരിക്കാനും കഴുത്തിൻ്റെ മൂവ്മെൻറ്റിൽ ബാക്കി ഷോൾഡർ തുടങ്ങിയൊക്കെ പെയിനോ എന്തൊക്കെയുള്ള ചില വ്യക്തികളിൽ ഒരു സൗഖ്യം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. വളരെ സീരിയസ് ആയിട്ട് ചില അലർജികൾ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഉദാഹരണത്തിന് ചില ധാന്യങ്ങൾ, ചില ഫ്ലവേഴ്സ്, ലൈക്ക് ഇപ്പോൾ ഗോതമ്പോ മൈദയോ ഇങ്ങനെയുള്ള മാവ്, അതിൻ്റെ പ്രോഡക്റ്റുകൾ, അതൊക്കെ അലർജിയായി വരുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. വളരെ സീവിയർ അലർജി എന്ന് വെച്ചാൽ ഫേറ്റലായിട്ടുള്ള അലർജികൾ, വളരെ സീരിയസ് കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്ന അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വളരെ ക്ലിയറായി എൻ്റെ ഉള്ളിൽ വരുന്നു. ഉറങ്ങുവാൻ ബുദ്ധിമുട്ടുള്ള ചിലരെ കർത്താവ് ഇന്ന് തൊടുകയാണ്. താങ്ക് യു ലോർഡ്. ഈ നന്നായിട്ട് ഉറങ്ങുന്ന ആളുകൾ ഇപ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്തു. ഉറങ്ങാൻ കഴിയാതെ ആകുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ചിലരെ നിങ്ങൾ പലതും ശ്രമിച്ചു നോക്കി കാണും, പക്ഷേ ഉറങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വസിക്കാമോ, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നെന്ന് പറയാൻ, സാക്ഷ്യം പറയാൻ കഴിയുന്ന രീതിയിൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. പല പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി, കുഞ്ഞ് നഷ്ടപ്പെട്ട്, പ്രഗ്നൻ്റ് ആകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ വളരെ വേദനയിൽ ആയിരിക്കുന്ന ചിലർക്ക് ഹാനായുടെയും മറിയുടെയും പാട്ട് പോലെ ഒരു പാട്ട്, ഒരു സാക്ഷ്യം നിങ്ങൾക്ക് കർത്താവ് തരും. അവരിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. നിങ്ങൾക്ക് രണ്ട് കൈകൾ നീട്ടിപ്പിടിക്കാം. കർത്താവ് ഓരോരുത്തരെയും തൊട്ട് വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ഒരു വിടുതൽ കർത്താവ് ഒരു സാക്ഷ്യം തന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രെയർ ലൈനിൽ വിളിച്ച് നിങ്ങൾ സാക്ഷ്യം പറയണം. അത് ഒതുക്കി വെക്കരുത്. എന്ന് മാത്രമല്ല, വലിയ വിടുതലുകൾ ലഭിക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ ചെന്ന് സാക്ഷ്യം പറയണം. കൂടാതെ പറ്റുവാണെങ്കിൽ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേയിൽ വന്ന് തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് ക്രൂസൈഡിലോ വെള്ളിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ഒരു സൺഡേ സർവീസിലോ വന്ന് അനേകർ കേൾക്കട്ടെ. മറിയ പാടിയതുപോലെ ഇന്ന് തലമുറകൾ അത് കേൾക്കുകയല്ലേ, പാടുമല്ലേ. ഹാനായ്ക്ക് ഉണ്ടായതുപോലെ നിങ്ങൾ സാക്ഷ്യം പറയണം. അതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ അതും പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി, സ്പോൺസറായി നിങ്ങൾക്ക് മാറാം. ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ ഈ ടേബിളിൽ ചില ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ബുക്സാണ്. അടുത്ത ചില പുസ്തകങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ആമസോണിൽ നിന്നും കരസ്ഥമാക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.